തിരികെ വീണ്ടും കാർത്തികപ്പള്ളിയിലേക്ക് പോകുന്നു. അശ്വിൻ പാലാടിയോടും തത്സമയങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. അശ്വിൻ, രണ്ട് കാര്യങ്ങൾ വ്യക്തമായി. സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചു. അൺഫിറ്റ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചു. രണ്ട്, ഇത് പ്രധാനപ്പെട്ട അജണ്ടയായി ഒരു മീറ്റിംഗ് പോലും അവിടെ വിളിച്ചിട്ടില്ല എന്ന രണ്ട് വീഴ്ചകൾ പ്രധാനമായും സ്കൂളിന്റെ ഭാഗത്തുണ്ടായി. ഇനി അറിയേണ്ടത്, പഞ്ചായത്ത് ഈ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം അവിടെ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, എന്താണ് സ്കൂളിന്റെ അവസ്ഥ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇതാണ് അടുത്ത ചോദ്യം. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചു. ഈ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷം ഇവിടെ ക്ലാസുകൾ പ്രവർത്തിക്കുന്ന വിവരം അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയത്. നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണത്തിലേക്ക് തേടാം. മാഡം, നമ്മൾ ഈ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അതിനുശേഷം ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന എപ്പോഴെങ്കിലും നടത്തിയിരുന്നു? ഇല്ല, ഇപ്പോൾ 1 മാസം ആയതല്ലേ ഉള്ളൂ, 1.5 മാസം ആയതല്ലേ ഉള്ളൂ. നമുക്ക് ഗവൺമെൻറ് 3 മാസം വരെ താൽക്കാലിക ഫിറ്റ്നസ് കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നീട് നമ്മളിത് ഒരു തരത്തിലുള്ള പരിശോധനയും എഞ്ചിനീയറിംഗ് വിഭാഗം പോലും ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല, പിന്നെ അവർ പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ. ഫിറ്റ്നസ് ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? അവിടെ വന്നപ്പോഴത്തേക്ക് പല കുട്ടികളും പറയുന്നത് നമ്മൾ കേട്ടതേ ഉള്ളൂ, അല്ല നമ്മുടെ ഈ ഭാഗത്തൊന്നും നമുക്കൊരു പരാതിയായിട്ടൊന്നും തന്നിട്ടില്ല. ഇനിയിപ്പം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ആ പുതിയ കെട്ടിടം തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർക്ക് കൊടുത്തേക്കുന്നത്. അത് അടഞ്ഞടക്കും. പുതിയ കെട്ടിടം പണി പൂർത്തിയായെങ്കിലും ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. നമ്മൾ കോസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നമുക്ക് കൈമാറി തന്നിട്ടില്ല ഒരു കെട്ടിടം. ഇതുവരെ കൈമാറി തന്നിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, കുട്ടികളുടെ ബാഹുല്യം കൊണ്ട് നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ പെട്ടെന്ന് തരണമെന്ന് നമ്മൾ കളക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തിച്ചിരുന്നോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? കണ്ടെന്ന് എച്ചമ്മിൻ്റെ അടുക്ക വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്, പക്ഷേ പഠിച്ച കുട്ടികൾ പറയുന്നു ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയാൻ പറ്റുന്നത്, പക്ഷെ നമ്മൾ എച്ചമ്മിൻ്റെ അടുക്ക വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും പ്രജിൻ അതാണ് പറയുന്നത്. ഇതിൽ ഇനിയിപ്പോൾ എച്ച് ആണ് പറയേണ്ടത്, പക്ഷേ എച്ച് പറയുന്നത് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഇനി കുട്ടികൾ അതിപ്പോൾ എന്തായാലും തെളിഞ്ഞല്ലോ, പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പഞ്ചായത്ത് പറയുന്നു അൺഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പിന്നീട് അവിടെ ക്ലാസ് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം അത് എച്ച് ആണ് പറയേണ്ടതെന്നാണ്. പക്ഷേ അത് അങ്ങനെയാണോ എന്നൊരു ചോദ്യമായി ബാക്കിയാവുകയാണ്. പക്ഷേ അവിടെ പുതിയ കെട്ടിടമുണ്ട്, അത് തുറന്നു കൊടുക്കാനുള്ള കാലതാമസം അതും ഉണ്ട് നിലവിൽ നിന്ന് വ്യക്തമാകുന്നു. എന്തായാലും വലിയൊരു അപകടം ഒഴിവായത് ഇന്ന് അവധി ദിനമായതിനാൽ മാത്രമാണ്. ഇവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്.